മറ്റൊരു വാഹന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇന്നത്തെ ടെസ്റ്റിന് 2 വാഹനങ്ങൾ ടെസ്റ്റിന് കാണിക്കാനുണ്ട്. അത് പുനലൂരാണ് 2 വാഹനങ്ങൾ കാണിക്കേണ്ടത്. പിയാജിയുടെ ആപ്പ എന്ന് പറയുന്ന ഒരു വാഹനവും ബജാജിൻ്റെ ആറി ഡീസലും. പുനലൂർ നെല്ലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് വാഹനങ്ങൾ രണ്ടും ടെസ്റ്റിന് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഗൈസ്, നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുപിടിക്കുന്നവരുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയുടെ എൻഡോയിൽ പറഞ്ഞ പോലെ തന്നെ 2 വാഹനങ്ങൾ ഇന്ന് ടെസ്റ്റിന് കാണിക്കാറുണ്ട്. അത് പുനലൂരാണ്. പുനലൂർ നെല്ലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വാഹനങ്ങൾ കാണിക്കേണ്ടത്. ഇന്ന് ബജാജിൻ്റെ ആറി ഡീസൽ, ഈ കാണുന്ന ആറി ഡീസലാണ്. ഇതുകൂടാതെ പിയാജിയുടെ ആപ്പ എന്ന് പറയുന്ന വാഹനമാണ്. ഞാനിന്ന് കൊണ്ടുവന്ന വാഹനം ഇതാണ്. ബജാജിൻ്റെ ആറി ഡീസലിൻ്റെ 2013 മോഡൽ വാഹനമാണ്. ഇതാണ് ഞാനിന്ന് കാണിക്കുന്നത്. പുനലൂർ ഇപ്പം നെല്ലിപ്പള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾസറി ഫുള്ള് പുതിയ അപ്പോൾസറിയാണ്. അതുപോലെ തന്നെ ടാർപ്പ എല്ലാം ഇന്നറും ഔട്ടറും പുതിയ ടാർപ്പയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കിയ വാഹനം തന്നെയാണ്. ടെസ്റ്റ് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വാഹനങ്ങൾ നോക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് കാണാനും ശ്രമിക്കുക എല്ലാവരും. പിന്നെ തൊട്ട് പുറകെ കിടന്നത് ബജാജിൻ്റെ ആറി ഡീസലാണ്. അങ്ങനെ ആറി ഡീസലും കാണിച്ച് പിയാജിയുടെ ആപ്പയും കാണിച്ച്, അങ്ങനെ 2 വാഹനങ്ങളും ടെസ്റ്റിന് കാണിച്ചിട്ടുണ്ട്. CF ആവാൻ 1-2 ദിവസം എടുക്കും. പുനലൂരിൽ നിന്ന് പത്തനാപുരത്തോട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുവാണ്. ഇത്രയൊക്കെ നല്ല വൃത്തിയായിട്ട് പണിഞ്ഞ വണ്ടിയാണ്. അതുപോലെ തന്നെ പെയിൻറ്റ് ഭാഗവും എല്ലാം വൃത്തിയായിട്ട് പണിഞ്ഞ വാഹനമാണ്. എല്ലാവർക്കും ചേസ് നമ്പർ എവിടെ, എഞ്ചിൻ നമ്പർ എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഒന്നും കൂടെ പറയുന്നത്. ഹാൻഡിലിൻ്റെ, അതായത് ആറി ഡീസലിൻ്റെ ഹാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ചേസ് നമ്പർ വരുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ നമ്പർ എവിടെയാണെന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. എഞ്ചിൻ നമ്പർ എവിടെയാണെന്നാണ് പറയുന്നത്. എഞ്ചിൻ്റെ ഡോറ് തുറക്കുവാണ്. അതായത് ഓയിൽ ഫിൽറ്ററിൻ്റെ തൊട്ട് താഴെ എയർ ഫിൽറ്ററാണ് ഇരിക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ എഞ്ചിൻ നമ്പർ വരുന്നത്. പമ്പും നോസിനും സെറ്റ് ചെയ്തതിൻ്റെ ആ ഭാഗത്താണ് എഞ്ചിൻ നമ്പർ വരുന്നത്. വണ്ടി കാണിച്ചിപ്പോൾ എളമ്പലായിട്ടുണ്ട്. നമുക്ക് കുന്നിക്കോടായിട്ടാണ് പോകുന്നത്. 2012 ബജാജിൻ്റെ ആറി ഡീസൽ 2013 മോഡൽ വാഹനമായിരുന്നു.